ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷനിൽ TADR കാൽക്കുലേഷൻ ഫോർമുലയിൽ മാറ്റം വരുമോ? ഇത് സംബന്ധിച്ച് 8ാം ശമ്പള കമ്മീഷൻ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 12 പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, 8ാം ശമ്പള കമ്മീഷൻ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ HCPC ക്വസ്റ്റ്യനെയർ അഥവാ 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് 18 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലിയും നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ പെൻഷനേഴ്സും സർവീസിലുള്ളവരും ഈ 18 ചോദ്യങ്ങൾക്കുമുള്ള നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫീഡ്ബാക്ക് നൽകാനുള്ള അവസാന തീയതി 16 മാർച്ച് 2026 ആണ്. ഇനി നമുക്ക് ഈ ചോദ്യാവലിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 12 DADR സംബന്ധിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 12. 7ാം ശമ്പള കമ്മീഷൻ 2014 രൂപീകരിക്കുകയും 1 ജനുവരി 2016 മുതൽ നടപ്പിലാക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള കാലയളവിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പണപ്പെരുപ്പം കുറയുകയാണ് ചെയ്തത്. DADR കണക്ക് കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്ന അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചികയിലും ഇത് പ്രതിഫലിക്കുന്നു. 8ാം ശമ്പള കമ്മീഷനിൽ പണപ്പെരുപ്പം കുറയ്ക്കാനും അതുപോലെ മറ്റു മേഖലകളിലെ വേതന വളർച്ചാ പ്രവണതകളിലും ഘടകം വഹിക്കുന്ന ഒരു ഹൈബ്രിഡ് ഇൻഡെക്സ് തയ്യാറാക്കേണ്ടതുണ്ടോ? ഓരോ ഘടകത്തിനും ന്യായമായ അനുപാതം എന്താണ്? പരിഗണിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അടുത്ത 10 വർഷത്തിനുള്ളിൽ പണപ്പെരുപ്പം, ഉപഭോക്തൃവില സൂചിക എന്നിവയുടെ വർധനവിനെ പറ്റി നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതാണ് 12ാം നമ്പർ ചോദ്യം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, 7ാം ശമ്പള കമ്മീഷൻ DADR കാൽക്കുലേഷൻ ഫോർമുലയിൽ മാറ്റം വരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ DADRൽ വളരെ കുറഞ്ഞ വർധനവാണ് ലഭിച്ചത്. DADRൽ കഴിഞ്ഞ 30 വർഷങ്ങളിലെ കണക്കെടുത്താൽ 6ാം ശമ്പള കമ്മീഷന് മുൻപ്, അതായത് 1 ജനുവരി 1996 മുതൽ 31 ഡിസംബർ 2005 വരെ 96% വർധനവാണ് DADRൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 7ാം ശമ്പള കമ്മീഷന് മുൻപ്, അതായത് 1 ജനുവരി 2006 മുതൽ 31 ഡിസംബർ 2015 വരെ 125% വർധനവാണ് DADRൽ ഉണ്ടായത്. എന്നാൽ 1 ജനുവരി 2016 മുതൽ, അതായത് 7ാം ശമ്പള കമ്മീഷന് ശേഷം 1 ജനുവരി 2016 മുതൽ 31 ഡിസംബർ 2025 വരെ DADRൽ വെറും 60% വർധനവ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 7ാം ശമ്പള കമ്മീഷന് ശേഷമുള്ള DA വർധനവ് അതിനു മുൻപുണ്ടായിരുന്നതിനേക്കാൾ പകുതിയിലധികം കുറവുണ്ടായിരിക്കുന്നു. ഇതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷങ്ങളിൽ പണപ്പെരുപ്പം വളരെ കുറവായിരുന്നു. രണ്ടാമത്തെ കാരണം 7CPCയിൽ DADR കാൽക്കുലേഷൻ ഫോർമുലയിൽ വന്ന മാറ്റവും DADR വർധനവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പേ കമ്മീഷൻ ഈ ക്വസ്റ്റ്യനറിൽ ചോദിക്കുന്നത് DADR കാൽക്കുലേഷൻ സംബന്ധിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതിനു പകരം പണപ്പെരുപ്പവും പ്രൈവറ്റ് സെക്ടറിലെ വേതന വർധനവും അടിസ്ഥാനമാക്കിയുള്ള ഹൈബ്രിഡ് ഇൻഡെക്സ് ഫോർമുല നടപ്പിലാക്കേണ്ടതുണ്ടോ? അതോടൊപ്പം വരുന്ന 10 വർഷങ്ങളിൽ വരാൻ സാധ്യതയുള്ള പണപ്പെരുപ്പവും ഉപഭോക്തൃ വില സൂചികയും സംബന്ധിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്നും ചോദിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പണപ്പെരുപ്പം വളരെ കുറവാണ്. ആയതിനാൽ ഉപഭോക്തൃ വില സൂചികയിലും വലിയ വർധനവ് ഉണ്ടായിട്ടില്ല. ഉപഭോക്തൃ വില സൂചിക അഥവാ CPI-IWൽ വർധനവ് വരാത്തതിനാൽ ഗവൺമെൻറ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും DADRൽ ചെറിയ വർധനവ് മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ കഴിഞ്ഞ 30 വർഷങ്ങളിൽ വലിയ വികസനമാണ് ഉണ്ടായത്. ഭാരതത്തിൻ്റെ IT കമ്പനികൾ എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ കഴിഞ്ഞ 30 വർഷങ്ങളിൽ വലിയ വികസനമാണ് ഉണ്ടായത്. ഭാരതത്തിൽ IT കമ്പനികൾ ധാരാളം ഉണ്ടാവുകയും അത് ലോകോത്തര നിലവാരത്തിലെത്തുകയും ചെയ്തു. അതുമൂലം പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് സാലറിയിൽ കുറഞ്ഞത് 10% വർധനവ് എല്ലാ വർഷവും ലഭിച്ചു.
എന്നാൽ ഇത് ഗവൺമെൻറ് എംപ്ലോയീസിന് ലഭിച്ചതുമില്ല. ഇത് ഗവൺമെൻറ് എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും കാര്യമായി ബാധിക്കുകയും ചെയ്തു. ആയതിനാൽ HCPC നിർദ്ദേശിക്കുന്ന ഹൈബ്രിഡ് ഫോർമുല, അതായത് DADR കാൽക്കുലേഷനിൽ പണപ്പെരുപ്പ നിരക്കും പ്രൈവറ്റ് സെക്ടറിലെ ശമ്പള വർധനവും അടിസ്ഥാനമാക്കി DADRലുള്ള വർധനവ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള DADR കാൽക്കുലേഷനെ അപേക്ഷിച്ച് കൂടുതൽ ഗുണം ഹൈബ്രിഡ് ഇൻഡെക്സേഷൻ തന്നെയാണ്. ഇതനുസരിച്ച് പ്രൈവറ്റ് സെക്ടറിലെ സാലറി കൂടി പണപ്പെരുപ്പത്തിനൊപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് DADR വർധനവിനെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കും. 8ാം ശമ്പള കമ്മീഷൻ ഹൈബ്രിഡ് ഇൻഡെക്സേഷൻ DADR കാൽക്കുലേഷനായി ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.